പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ UDF സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എ ജയതിലകനെ കുറിച്ച് ഒരു വീഡിയോ പരമ്പര തുടങ്ങിയിരുന്നു. അയാൾ ആരാണ്, അയാൾ എന്താണ് എന്ന് ജനങ്ങളെയും കോൺഗ്രസിൻ്റെ അണികളെയും കുറച്ച് ആഴത്തിലൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു 4-5 വീഡിയോകൾ, കാരണം ഇയാൾ ജൂൺ 30-ന് റിട്ടയർ ചെയ്ത് പോകുന്നതിനും വരെ ഇയാൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണ്ട എന്നാണ് UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പശ്ചാത്തലത്തിൽ അവരിങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ചീഫ് സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ്, എന്താണ് എന്ന് നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിലാദ്യത്തെ ഒരു ഭാഗം ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. അയാളുടെ ആദ്യ ഭാര്യ ഒരു IAS ഉദ്യോഗസ്ഥയായിരുന്നു. അവരോട് എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഇന്നലെ ആ വീഡിയോയിലൂടെ പറയുകയുണ്ടായി. അത് വ്യാപകമായിട്ട് ആളുകൾ കണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അയാളൊരു അധമനും നരാധമനുമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അയാളൊരു അധമൻ മാത്രമല്ല, അയാൾ ഒരു സ്ത്രീ ലംബടനും കൂടിയാണോ എന്നുള്ള ഒരു വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, അയാൾ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് 2ാം ഭാര്യയുമായിട്ടാണ് താമസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യ ഭാര്യ മുതിർന്ന IAS ഉദ്യോഗസ്ഥയായിരുന്നു. അവരേതൊക്കെ നിലയിലാണ് ഇയാൾ ദ്രോഹിച്ചത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഗതി കിട്ടാതെ അവർ ചീഫ് സെക്രട്ടറി ഗ്രേഡിലേക്കൊന്നും വരാതെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഗ്രേഡിൽ ആ ഒറീസക്കാരിയായിട്ടുള്ള ആ ഉദ്യോഗസ്ഥയ്ക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. 2 മക്കളുണ്ട്, മുതിർന്നവർ. 2 പെൺകുട്ടികളാണെന്നും അവർ അമേരിക്കയിലാണ് സ്ഥിരതാമസം എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും അവരുമായിട്ട് വിവാഹമോചനം ഈ എ ജയതിലക് നേടിയതിന് ശേഷം ഒരു 2ാം ഭാര്യയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ഈ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടൽ വളരെയേറെ ആഗ്രഹിക്കുന്ന, സ്ത്രീകളുമായിട്ട് വളരെയധികം ഇടപെടണം എന്ന് കൊതിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സംഭവ വികാസങ്ങൾ ഉണ്ട്. അതിലെനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട് പല പല പരാതികളുണ്ട്. സ്ത്രീകളുടെ പരാതികൾ തന്നെ ഒന്നിലധികമുണ്ട്. അവരൊന്നും ഇപ്പോൾ അതുമായി രംഗത്ത് വരാൻ തയ്യാറാവാത്തത് അവർ ഭയപ്പെട്ടുകൊണ്ടിട്ടാണ്. കാരണം വിജയൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വിജയൻ്റെ ഒരു 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 ചാർച്ചക്കാരനായിരുന്നു, ഒരു കയ്യാളായിരുന്നു ഇയാൾ. അപ്പോൾ സ്വാഭാവികമായും അന്ന് ഇയാൾക്കെതിരെ പരാതികളുള്ള സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാൽ പരാതികളെ കുറിച്ചിട്ടൊക്കെ വിശദമായി ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അവർക്ക് പുറത്ത് പറയാൻ കഴിയില്ലായിരുന്നു, ഭയമായിരുന്നു. എന്നാൽ സർക്കാർ മാറുമ്പോൾ പുറത്ത് വരാം എന്ന് ഇതുമായി ബന്ധപ്പെട്ട പല വനിതകളും ആഗ്രഹിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവരിപ്പോൾ നോക്കുമ്പോൾ പിണറായി സർക്കാരിൽ അയാൾക്കുണ്ടായിരുന്ന സ്വാധീനത്തിന് തത്തുല്യമായിട്ടുള്ള സ്വാധീനം ഈ സർക്കാരിലുമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവർ ഭയപ്പെട്ട് രംഗത്ത് വരാത്തതാണ്. അവർക്ക് വരാൻ ഇനിയും സമയമുണ്ട്. അവർ ആ സമയത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിൽ പല പരാതികളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അവർ ആ പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ അവരെ അതിന് എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും കൂടി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇയാൾ 2000-ൽ കൊല്ലം ജില്ലയിൽ കളക്ടറായിരുന്ന സമയത്തുള്ള ഇയാളുടെ ഒരു ഗിറ്റാർ പഠിത്തത്തെക്കുറിച്ചിട്ട് ഞാൻ തന്നെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് അയാൾ വിവാഹിതനാണ്, IAS ഉദ്യോഗസ്ഥമായി വിവാഹിതനാണ്. IAS ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പക്ഷേ കൊല്ലത്ത് കളക്ടറായിട്ടുള്ള ഇയാൾ മിക്ക ദിവസങ്ങളിലും കൊല്ലത്ത് തന്നെ ഇയാളുടെ ഔദ്യോഗിക വസതിയിൽ തുടരുമെന്നും അയാൾ തിരുവനന്തപുരത്തേക്ക് അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് വരാറില്ലെന്നും അയാൾ അവിടെ തുടരുന്ന സമയത്ത്, കളക്ടറായിരിക്കുന്ന സമയത്ത് രാത്രി ഒരു ആംഗ്ലോ ഇന്ത്യൻ വനിതയുമായി അയാൾ തകൃതിയിൽ ഗിറ്റാർ പഠിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഉള്ള കാര്യം നേരത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം
ആ ഗിറ്റാർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലും ഈ പറഞ്ഞ പോലെ വീക്കെൻഡിലുമൊക്കെ ഔദ്യോഗിക വസതിയിൽ തുടർന്നിരുന്നതെന്നും ആ ഗിറ്റാർ പഠിത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കൂടുതൽ അമിതമായിട്ടുള്ള താല്പര്യം കൊണ്ട് കുടുംബത്തോടുള്ള അയാളുടെ ബന്ധം പോലും തകരാറിലായി എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഗിറ്റാർ പഠിത്തത്തിന് എന്താണ് കുഴപ്പം എന്ന ആളുകൾക്ക് ചോദിക്കാം. പക്ഷേ അവിടെ ചർച്ചാ വിഷയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആംഗ്ലോ ഇന്ത്യൻ വനിതയിൽ നിന്നാണ് ഈ കളക്ടറായിരുന്ന ഈ ഉദ്യോഗസ്ഥൻ ദിവസവും രാത്രി മണിക്കൂറുകളോളം ഗിറ്റാർ പഠിച്ചത് എന്നുള്ളിടത്താണ് അതൊരു വലിയ പരാതിയായി മാറിയത്. കാരണം എല്ലാ ദിവസവും വൈകിട്ട് 2-3 മണിക്കൂർ ഗിറ്റാർ പഠിത്തമാണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ വനിതയുമായി. വീട്ടിൽ പോലും പോകാതെ പോകുന്നു, പഠിക്കുന്നു. പക്ഷേ അത് അവിടെ വലിയ ചർച്ചയാവുകയും അത് കൊല്ലം കളക്ടറേറ്റിലൊക്കെ തന്നെ അത് വലിയ ചർച്ചയാവുകയും അത് അവസാനം അയാൾക്ക് അത് അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ള കാര്യം നേരത്തെ ഞാൻ അറിയുകയും അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു AS ഉദ്യോഗസ്ഥൻ തന്നെ അയാളോട് ഈ കാര്യത്തിൽ ഇതിങ്ങനെ ചെയ്യുന്നത് ബോറാണ്, ഇത് വലിയ ചർച്ചയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വൈകിട്ടായിരുന്നു, എന്തുകൊണ്ട് രാവിലെ ആക്കി മാറ്റിക്കൂടാ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടപ്പം ആ ഗിറ്റാർ പഠിത്തം തോടൊപ്പമാണ് ഏതാണ്ട് ആ സമയം മുതലാണ് സ്ത്രീകളുമായിട്ടുള്ള അയാളുടെ ഇടപെടൽ അയാൾ തുടങ്ങിയത് എന്നും ഇങ്ങനെ ആരോപണം ഉയർന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ പിന്നീട് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ ഛത്തീസ്ഗഡിലും കൊച്ചിയിലെ സ്പൈസസ് ബോർഡിലുമൊക്കെ ചെയർമാനായി ഡെപ്യൂട്ടേഷനിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സാവധാനം IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള ഭാര്യയുമായി അകലുകയും കൊച്ചിയിൽ ട്രാവൽ ഏജൻ്റായിരുന്ന ഒരു വനിതയുമായി അദ്ദേഹം അടുപ്പത്തിലായി. ആ വനിതയുടെ പേരും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ഇയാളുടെ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഭാര്യയുടെ പേര് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഈ ട്രാവൽ ഏജൻ്റ് ആയിരുന്ന ഈ സ്ത്രീയുമായിട്ട് ഇയാൾ പിന്നീട് അടുപ്പത്തിലായല്ലോ, അവരുടെ പേരും ഞാൻ ഇവിടെ പറയുന്നില്ല. അവർ ആ സ്ത്രീയുമായിട്ട് അടുപ്പത്തിലായി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ വളരെ ഈ പറഞ്ഞ പോലെ കാരുണ്യവാനാണ് കേട്ടോ. നമ്മളയാളെ ആ നിലയിലായും കൂടെ നമ്മളയാളെ കാണണം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കൊച്ചിയിലെ സ്പൈസസ് ബോർഡിലെയും ഇടക്കാലത്ത് അധിക ചുമതല വന്ന റബ്ബർ ബോർഡ് എന്ന ഏജൻസിയിലും നിന്നും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ട്രാവൽ ഏജൻസി കോൺട്രാക്റ്റുകൾ ഇയാൾ ഈ അടുപ്പത്തിലായിട്ടുള്ള വനിതയ്ക്ക് ഏർപ്പാടാക്കി കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വനിതയുമായിട്ട് അടുപ്പത്തിലായി. അപ്പം വേറൊരു ഭാര്യയുണ്ട്. അവർ വളരെ കാരുണ്യവാനാണ്. അയാൾ സ്ത്രീകളോട് അയാൾക്ക് വലിയ സ്നേഹവും വലിയ അടുപ്പവും ഒക്കെയാണ് കേട്ടോ. വേറെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പൈസസ് ബോർഡിലും പിന്നീട് അയാൾക്ക് അധിക ചുമതല ഉണ്ടായിരുന്ന റബ്ബർ ബോർഡിൽ നിന്നുമൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ ഇയാൾ ഈ അടുപ്പത്തിലായിട്ടുള്ള ഈ വനിതയുടെ ട്രാവൽ ഏജൻസിക്ക് ഏർപ്പാടായി കൊടുത്തു. ഇനി അത് മാത്രമല്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീയുമായിട്ട് അടുപ്പമായ സമയത്ത് ആ സ്ത്രീയോട് മാത്രമല്ല ആ സ്ത്രീയുടെ മകളോടും ഇയാൾക്ക് വലിയ കാരുണ്യമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ അടുപ്പമുണ്ടായിരുന്ന സ്ത്രീ ഒരു വിധവയായിരുന്നു. അവർക്കൊരു മകളുണ്ടായിരുന്നു. അവരുടെ രണ്ടാമത്തെ മകൾക്ക് സ്പൈസസ് ബോർഡിൻ്റെ സാങ്കേതിക കേഡറിൽ സ്ഥിരം ഉദ്യോഗസ്ഥയായി, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള നേരിട്ടുള്ള നിയമനം അയാൾ മേടിച്ചു കൊടുത്തു കേട്ടോ. ചെറിയ ആളല്ല, ഒരു സ്ത്രീയുമായി എളുപ്പത്തിലായി. അപ്പോൾ അവരുടെ രണ്ടാമത്തെ മകളെ അവർ പരിചയപ്പെടുത്തി. അവർക്ക് സ്പൈസസ് ബോർഡിൽ ഒരു ഉന്നത സ്ഥിരം നിയമനം വരെ അയാൾ മേടിച്ചു കൊടുത്തു. ചെറിയ ആളായിട്ട് നമ്മളയാളെ ഒരിക്കലും കാണരുത്. എന്ന് മാത്രമല്ല, ഈ നിയമനം താൻ അടുപ്പത്തിലായിട്ടുള്ള സ്ത്രീയുടെ മകൾക്ക് ലഭിക്കുന്നതിനായി ഇയാൾ എവിടെ വെച്ചാണെന്നറിയോ ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചത്? അങ്ങ് അരുണാചൽ പ്രദേശിൽ വെച്ചിലാണ് സുഹൃത്തുക്കളെ ഇയാൾ ഈ ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് മികവുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കാതിരുന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ നടത്തി തൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ മകൾക്ക് തന്നെ അത് കൊടുത്തിട്ട് അയാൾ സ്വജനപക്ഷപാതത്തിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു. വേറെ ആർക്കും വരാൻ കഴിയില്ലല്ലോ, അരുണാചൽ പ്രദേശിലൊക്കെ ആവും. അവിടെ വെച്ച് മകളുടെ ഗേൾഫ്രണ്ടിൻ്റെ മകൾക്ക് ഇത് മേടിച്ചു കൊടുത്തു, ചരിത്രം സൃഷ്ടിച്ചു അയാൾ. അതിനിടെ കോട്ടയത്ത് റബ്ബർ ബോർഡിൻ്റെ അധിക ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. റബ്ബർ ബോർഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ അവിടെ ഭരണ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറോട് അയാൾ പറഞ്ഞു തൻ്റെ ഈ ഗേൾഫ്രണ്ടിൻ്റെ ട്രാവൽ ഏജൻസിക്ക് റബ്ബർ ബോർഡിൻ്റെ കോടികൾ വരുന്ന ട്രാവൽ ഏജൻസി കരാറുകൾ നൽകണം. അയാളുടെ ഒരു കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഭയങ്കര കാരുണ്യവാനാണ് കേട്ടോ, വേറെ തെറ്റിദ്ധരിക്കേണ്ട. റബ്ബർ ബോർഡിൽ ചെന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞു തൻ്റെ ഈ ഗേൾഫ്രണ്ടിൻ്റെ ട്രാവൽ ഏജൻസിക്ക് ഇത് കോടിക്കണക്കിലൂടെ കരാർ കൊടുക്കണം എന്ന് ഏൽപ്പിച്ചു.
എന്നാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, സാർ അത് നടപ്പില്ല, കാരണം ഞങ്ങൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസികളുണ്ട്, അവർക്ക് പാനലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇയാളുടെ ആവശ്യം റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ നിഷേധിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നറിയോ, അയാളുടെ ഒരു പ്രതികാരദാഹിയായി. കാരണം അയാളുടെ ഗേൾഫ്രണ്ടിന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ കരാറല്ലേ കിട്ടാതിരുന്നത്. അയാളൊരു പ്രതികാരദാഹിയായിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയോ, അയാൾ റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ തനിക്ക് അധിക ചുമതല ഉണ്ടായിരുന്ന 2 വർഷവും റബ്ബർ ബോർഡിലെ ഒരു ഒറ്റ ഉദ്യോഗസ്ഥനെ പോലും കേരളത്തിന് പുറത്ത് സഞ്ചരിക്കാൻ അയാൾ അനുവാദം നൽകിയില്ല. അങ്ങനെയുണ്ട്. ആളെത്ര ഭയങ്കരനാണെന്ന് ആലോചിച്ച് നോക്കണം. ഗേൾഫ്രണ്ടിന് ട്രാവൽ ഏജൻസിക്ക് കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ കൊടുക്കാതിരുന്നതിനുള്ള പക തീർക്കുന്നതിൻ്റെ ഭാഗമായി പിന്നീട് 2 വർഷക്കാലം അയാൾ റബ്ബർ ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിന് പുറത്ത് സഞ്ചരിക്കാൻ അയാൾ അനുവാദം കൊടുത്തില്ല. എങ്ങനെയുണ്ട്? ചെറിയ ആളല്ല, വലിയ മനുഷ്യനാണ് അയാൾ കേട്ടോ, തിലക്. അവിടെ അയാൾ ഈ പറഞ്ഞ പോലെ മാസത്തിലൊരിക്കലാണ് അയാൾ അവിടെ എത്തുന്നത്. മാസത്തിലൊരിക്കൽ എത്തുമ്പോൾ അവിടെ തൽപരരായിട്ടുള്ള ചില വനിതാ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവുകളായി ലഭിക്കുകയും അതിൽ സമർത്ഥരായിട്ടുള്ള ചില വനിതാ ഉദ്യോഗസ്ഥരുമായി ഓഫീസിന് പുറകിൽ വെച്ച് പഞ്ചഗുസ്തി പിടിച്ച് അദ്ദേഹം രസിക്കുമായിരുന്നു. ചെറിയ ആൾ മാത്രമല്ല, അയാളൊരു ഒരു ശരീരപുഷ്ടി ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ റബ്ബർ ബോർഡിൽ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവുകളായി കിട്ടുന്ന ചെറുപ്പക്കാരായിട്ടുള്ള വനിതകളിൽ സമർത്ഥരായിട്ടുള്ളവരുമായിട്ട് ഓഫീസിന് പുറകിൽ വെച്ച് പഞ്ചഗുസ്തി, ഇത്ര ഒരു പ്രത്യേകതയുള്ള ഉദ്യോഗസ്ഥനാണെന്ന് നമ്മൾ ഓർത്തോണം, പഞ്ചഗുസ്തി കളിച്ച് അദ്ദേഹം രസിക്കുമായിരുന്നു. അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയർമാൻ്റെ ഈ റബ്ബർ ബോർഡ് ചെയർമാൻ്റെ ഇത്തരം വഴിവിട്ട നീക്കങ്ങളോടുള്ള വിരോധം പ്രകടിപ്പിക്കുകയും അത് വലിയ വിമർശനമൊക്കെ ആകുകയും ചെയ്തതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ്റെ റബ്ബർ ബോർഡിലെ സേവനം കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചു. സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട്? ഭാര്യയുള്ള സമയത്ത് ഭാര്യ എടുത്ത് പോകാതെ രാത്രിക്ക് രാത്രി ഗിറ്റാർ പഠിത്തം, പിന്നീട് ഭാര്യയായിട്ട് അകന്ന സമയത്ത് വേറൊരു വനിതയുമായിട്ട് അടുപ്പം വരുന്നു. അവർ ട്രാവൽ ഏജൻ്റാണ്, അവർ വിധവയാണ്, അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ട്രാവൽ ഏജൻസി കരാറുകൾ സ്പൈസസ് ബോർഡിൽ ഇരുന്നപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അതിനുശേഷം റബ്ബർ ബോർഡിലെ അധിക ചുമതല കിട്ടുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഈ കോടികളുടെ ട്രാവൽ ഏജൻസി കരാറുകൾ തൻ്റെ ഗേൾഫ്രണ്ടിന് കൊടുക്കണമെന്ന് പറയുന്നു. അതിനിടയിൽ ഈ ഗേൾഫ്രണ്ടിൻ്റെ 2ാമത്തെ മകൾക്ക് അങ്ങ് ദൂരെ അരുണാചൽ പ്രദേശിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തി അവർക്ക് സ്പൈസസ് ബോർഡിൽ ഉന്നതമായിട്ടുള്ള ജോലി ഏർപ്പാടാക്കി കൊടുക്കുന്നു. റബ്ബർ ബോർഡിൽ വന്നതിന് ശേഷവും ഈ കരാർ കിട്ടണമെന്ന് പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. അതിനവരോട് പക തീർക്കുന്നു. അവർക്കാർക്കും കേരളത്തിൽ പുറത്തു പോകാനായിട്ട് കുറേ നാൾ അനുവാദം കൊടുക്കാതിരിക്കുന്നു. എന്ന് മാത്രമല്ല, റബ്ബർ ബോർഡിലെ പല ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ സമർത്ഥകളുമായി റബ്ബർ ബോർഡിൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മുറിയിലിരുന്ന് ഇയാൾ പഞ്ചഗുസ്തി പിടിക്കുമായിരുന്നു. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. ഇതുപോലെ IAS ഉദ്യോഗസ്ഥർ നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ? അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇയാളൊരു അധമൻ മാത്രമല്ല, ഇയാളൊരു സ്ത്രീലമ്പടനും കൂടി ആയിരുന്നു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഞാൻ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പിന്നീട് ഉണ്ടായതായി കേൾക്കുന്നത്, ഈ 2ാമത് പരിചയപ്പെട്ട ഈ ട്രാവൽ ഏജന്റ് വിധവ ആ സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയായി വേണ്ടി വന്നു. ആദ്യ ഭാര്യയായിട്ടുള്ള ഈ IAS ഉദ്യോഗസ്ഥയുമായി അയാൾ വിവാഹമോചനം നേടി. വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സ്ത്രീ രക്ഷപ്പെട്ടു. ആ സ്ത്രീയുടെ ജീവിതം രക്ഷപ്പെട്ടു, ഇയാൾ ആ ജീവിതത്തിൽ നിന്ന് പോയുള്ളൂ. അപ്പം ഇതാണ് ഇയാളുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഇതിൽ ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നാളെ കഴിഞ്ഞോ പുറത്തു വരാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതാണ് എനിക്ക് 2ാമത്തെ ഭാഗത്ത് പറയാനുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇയാളുടെ മറ്റ് മേഖലകളിലെ ഇടപെടൽ കൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും.